ഇറാഖിലേക്ക് വൻതോതിൽ ഇറാൻ ആയുധങ്ങൾ കടത്തുന്നുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ട് ഇപ്പോൾ റോയിട്ടേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് പുറത്തു വന്നിരിക്കുകയാണ്. പറയുന്ന കാര്യം, ഒമാനിൽ വച്ച് നടക്കുന്ന മധ്യസ്ഥ ചർച്ചയോടനുബന്ധിച്ച് ഏതെങ്കിലും തരത്തിൽ ഇത് ഫലം കാണാതെ വരികയാണെങ്കിൽ അമേരിക്കയിൽ നിന്നോ അതല്ലെങ്കിൽ ഇസ്രായേലിൽ നിന്നോ ഇറാൻ ആക്രമിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നും അത്തരമൊരു സാധ്യത കണക്കിലെടുത്തുകൊണ്ട് ഇറാഖിൽ നിന്ന് ഇസ്രായേലിനെ ആക്രമിക്കാൻ പാകത്തിലുള്ള ആയുധങ്ങൾ വാരിക്കൂട്ടുന്ന തിരക്കിലാണ് ഇപ്പോൾ ഇറാൻ എന്ന തരത്തിലുമാണ് റിപ്പോർട്ട് വരുന്നത്. ഭൂഖണ്ഡേതര മിസൈലുകൾ പോലും ഇറാനിൽ നിന്ന് ഇറാഖിലേക്ക് കടത്തുകയും അതിർത്തി മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടും ഇസ്രായേലിനെ ആക്രമിക്കാൻ പാകത്തിലുള്ള മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടും അവർ സ്വരൂപിച്ചു ജീവിക്കുന്നു. ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള പ്രയാസമുണ്ടാക്കുന്ന കാര്യം തന്നെയാണ് എന്നതിനാൽ ഈ വിഷയത്തിൽ ഊന്നിയിരിക്കുന്ന ഒരു അഭിപ്രായമൊന്നും അമേരിക്കയുടെ ഭാഗത്ത് ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല. കാര്യമെന്ന് പറയുന്നത്, യുദ്ധത്തിൻ്റെ കെടുതിയും ദുരന്തങ്ങളും യുദ്ധവിരാമവുമായിട്ട് ബന്ധപ്പെട്ട സാഹചര്യങ്ങളും അമേരിക്കയും ഇറാഖും തമ്മിൽ നേർക്കുനേരെ ഒരു യുദ്ധമുണ്ടാവുകയാണെങ്കിൽ പ്രതീക്ഷ നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് എത്തും. അങ്ങനെ വരുന്ന സമയത്ത് മേഖലാ യുദ്ധത്തിനപ്പുറം ലോക യുദ്ധമായി മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുകൂടി രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുകയാണ്.